വീണ്ടും കർത്താവിൻ്റെ തിരുവചനവുമായി ഒരു ദിവസം ആരംഭിക്കാൻ ദൈവം നമ്മെ സഹായിച്ചിരിക്കുന്നു. ഉറക്കത്തെക്കുറിച്ചുള്ള ഒരു ചിന്ത ചില ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ പങ്കുവച്ചിരുന്നു. അത് 3-ാം സങ്കീർത്തനത്തിൽ നിന്നാകുന്നു. ഇപ്പോൾ 4-ാം സങ്കീർത്തനത്തിലും അതേ വചനം വരികയാണ്. കാരണം എഴുത്തുകാരൻ അത്രമാത്രം അസുഖകരമായ കിടക്കകളിലും സ്ഥലങ്ങളിലുമാണിപ്പോൾ ഉറങ്ങുന്നത്. ദൈവത്തിൻ്റെ സഹായമില്ലെങ്കിൽ ഉറങ്ങാൻ കഴിയാത്ത സാഹചര്യത്തിൽ താനിപ്പോൾ ആയിരിക്കുന്നു. സൗകര്യങ്ങൾ വർദ്ധിക്കുമ്പോൾ തെറ്റായ ശീലങ്ങൾ വർദ്ധിക്കും. 2, 3, 4 തലയണ, പിന്നെ കുറച്ച് കുട്ടിത്തലവണ, എല്ലാം കൂടെ 10-15 തലവണയുള്ള കിടക്ക ഞാൻ കണ്ടിട്ടുണ്ട്. 1-ാം ദിവസം ഒരു വിധത്തിൽ അഡ്ജസ്റ്റ് ചെയ്തു. 2-ാം ദിവസം ഞാൻ ആ കുടുംബനാഥനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, എൻ്റെ പാസ്റ്ററെ അതെല്ലാം എടുത്ത് താഴോട്ടിട്ടിട്ട് ആവശ്യമുള്ളത് വെച്ച് കിടന്നോളാൻ പറഞ്ഞു. അപ്പോൾ എന്തിനാണതെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അത് അലങ്കാരത്തിനാന്ന് പറഞ്ഞു. പിന്നെ ചിലർക്ക് സൈഡിൽ വെക്കാനും കാലേ വെക്കാനും പിന്നെ 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 പറയുന്നില്ല. അങ്ങനെയൊക്കെ തലേണ ഉണ്ടേ നല്ലതാ. കുട്ടികളൊക്കെ കെട്ടിപ്പിടിച്ച് കിടക്കാനും ഒക്കെ ഉപയോഗിക്കുന്നു. ഇങ്ങനെ ചാരി ചാരി വെച്ചിട്ട് ചെരിഞ്ഞ് കിടക്കാനൊക്കെ ഉപയോഗിക്കുന്നു. സൗകര്യങ്ങൾ വർദ്ധിക്കുമ്പോൾ അനാവശ്യ കാര്യങ്ങളൊക്കെ ശീലമാക്കി മാറ്റും. കട്ടിലിന് പൊക്കം കൂട്ടിയിട്ട് കയറാനൊരു ചെറിയ വരണ്ടി പോലത്തെ സ്റ്റാൻഡ് താഴെ വെച്ചിരിക്കുക. എന്തോ ഇത്? പണമുള്ളത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുകയാണ്. പിന്നെ ചിലർക്ക് അതേ കിട്ടുള്ളൂ എന്നാണ് പറയുന്നത് ആ നാട്ടിൽ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു രാജാവൊക്കെ ഉറങ്ങാൻ വേണ്ടി ഒത്തിരി തെറ്റായ കാര്യങ്ങൾ, അനാവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നവരെന്നെ കേൾക്കുന്നുണ്ടോ? തുറന്നു പറയട്ടെ, ബിയർ കുടിച്ചാലേ ഉറക്കം വരികയുള്ളൂ എന്ന് പറയുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? ഇച്ചിരിയുടെ കൂടിയ മദ്യം കുടിച്ചാലേ ഉറക്കം വരുള്ളൂ എന്ന് പറയുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? കഠിനമായ ഉറക്കഗുളികയ്ക്ക് അടിമപ്പെട്ടവരെന്നെ കേൾക്കുന്നുണ്ടോ? നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് ഞാൻ വാക്ക് പറയുന്നു. ഞാൻ ഉറപ്പ് പറയുന്നു, ഉറക്കമൊരു അനുഗ്രഹമാണ്. നോക്കൂ, വചനം വായിക്കട്ടെ. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, അവിടുന്നല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാകും. ഒരു സെക്യൂരിറ്റി ഫീലിംഗ് ഉണ്ടെങ്കിൽ ഉറക്കം വരുമെന്ന് അതിൻ്റെ അർത്ഥം. എന്നെ നിർഭയം വസിക്കുമാറാക്കുന്ന ഒരു ദൈവം. ഈ കുഞ്ഞു പിള്ളേരൊക്കെ ഉറങ്ങാൻ നേരത്ത് അവരേറ്റവും സ്നേഹിക്കുന്നവർ ഉറക്കുന്നതാണ് അവർക്കിഷ്ടം. എൻ്റെ മോന് 2ാമതൊരു കുട്ടി ഉണ്ടാകുന്ന സമയത്ത് അവർക്കൊരു ഭയവും വേദനയും ഉണ്ടായിരുന്നത്, ഈ മൂത്തവളെ അവളുടെ അമ്മ തന്നെ ഉറക്കണം, അവളുടെ മമ്മി തന്നെ ഉറക്കണം. അപ്പം ഈ ഡെലിവറിയുടെ സമയത്ത് അത് എങ്ങനെ സാധിക്കും? സിസേറിയൻ്റെ സമയത്ത് എങ്ങനെ സാധിക്കും? ആദ്യത്തെ കുറേ ദിവസങ്ങൾ എങ്ങനെ സാധിക്കും? ആ സമയത്തും വളരെ പ്രാർത്ഥിച്ചു. മോളുടെ പേരൻസും ഞങ്ങളും ഒക്കെ ഒത്തിരി പ്രാർത്ഥിച്ചു. കുഞ്ഞിന് വലിയത്ത ഒരു ടെൻഷനോ ഒരു മാനസിക സമ്മർദ്ദമോ വന്നു പോകുമോ എന്നുള്ള ഭയമായിരുന്നു. സ്തോത്രം. എൻ്റെ മോളുടെ കുഞ്ഞ് ഇവിടെയുള്ളപ്പോൾ ഉണ്ടായിരുന്നപ്പോൾ ഇപ്പം ഇവിടെ ഇല്ല. ആ ഉറങ്ങുന്ന സമയത്ത് ഞാനുണ്ടെങ്കിൽ അവൻ ഭയങ്കര കംഫർട്ടാണ്. ഏറ്റവും സ്നേഹിക്കുന്നവരെ ഉറക്ക സമയത്ത് അടുത്തുണ്ടെങ്കിൽ കുട്ടികൾ ഭയങ്കര ഹാപ്പി. അവർ പെട്ടെന്ന് ഉറങ്ങും. അതിന് പകരം പെറ്റമ്മയ്ക്ക് പകരം 10 അമ്മ ചവഞ്ഞാൽ ഒരു പ്രയോജനമില്ല. ഈ കാലത്ത് ഇതൊന്നും മനസ്സിലാക്കുകയില്ല, ശ്രദ്ധിക്കുകയില്ലാത്തൊരു തലമുറയാണെന്ന് എനിക്കറിയാമെങ്കിലും ഞാൻ പറയുകയാണ്, കുഞ്ഞുങ്ങളെ
ഇച്ചിരിയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണേ. നിങ്ങൾ ഈ പണം ഉണ്ടാക്കാൻ വേണ്ടി പോയി കിടക്കുവാണല്ലോ നൈറ്റ് ഡ്യൂട്ടി ആയിട്ട്. കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കണേ പ്ലീസ്. ഒന്നെങ്കിൽ അപ്പൻ അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ അത്രത്തോളം വേണ്ടപ്പെട്ടവർ നോക്കണേ. നല്ല ഉറക്കത്തിന് നല്ല സമാധാനം വേണം. നല്ല സമാധാനത്തിന് നല്ല സ്നേഹമുള്ളവരടുത്ത് വേണം. സെക്യൂരിറ്റി ഫീലിംഗ്. in peace I will lie down and sleep. Lord, you alone keep me safe. നീ എൻ്റെ അടുത്തുള്ളതുകൊണ്ട് ഞാൻ നന്നായിട്ട് ഉറങ്ങുന്ന എൻ്റെ ശുദ്ധ മലയാളം. എൻ്റെ കർത്താവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഇത് നൽകണേ. ആമേൻ. ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർച്ചയായി ലഭിക്കുവാൻ പവർ വിഷൻ ടിവിയുടെ സാമൂഹിക മാധ്യമങ്ങൾ സന്ദർശിക്കുക.